തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി തകർന്നു കഴിഞ്ഞിരിക്കുകയാണ്. നേതാക്കന്മാർ കൂട്ടത്തോടെ എൻ ഡി എയിലേക്ക് പോയത് നമ്മൾ കണ്ടതാണ്. ഓരോ ദിവസവും നേതാക്കന്മാർ രാജിവെച്ച് എൻ ഡി എയിലേക്ക് പോവുകയാണ്. നിലവിൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു പിളർപ്പ് കഥകൾ കൂടി പുറത്തേക്ക് വരികയാണ്. അതായത് ഓപ്പറേഷൻ ടൈഗർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ നീക്കത്തിന്റെ അന്തിമഘട്ട ചർച്ചകളെല്ലാം തന്നെ കഴിഞ്ഞുവെന്നാണ് ലഭിക്കുന്ന വിവരം. വിമതരെ കാണാൻ ഏക്നാഥ് ഷിൻഡെ ഡൽഹിയിലേക്ക് എത്തി. ചർച്ചകൾ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് നിലവിൽ ഡൽഹിയിൽ. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന അപ്പാടെ പിളർന്നിരിക്കുന്നു, അതായത് തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടിയുടെ 9 ലോക്സഭാ അംഗങ്ങളിൽ 6 പേർ പ്രത്യേക ഗ്രൂപ്പായി പിരിഞ്ഞ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. ഇവർ ഇന്ന് സ്പീക്കറെ കണ്ട് കത്ത് സമർപ്പിച്ചതായാണ് ലഭിക്കുന്ന വിവരം. ലോക്സഭയിൽ ഇവരുടെ ഗ്രൂപ്പിന് പ്രത്യേക ബ്ലോക്കായി സ്പീക്കർ ഓം ബിർള അംഗീകാരം നൽകിയതായും ഇവർ അവകാശപ്പെടുന്നുണ്ട്. ഈ 6 എംപിമാരും ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേനയിൽ ചേരുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ലോക്സഭയിൽ ശിവസേന UBTക്ക് ആകെ 9 എംപിമാരാണ് ഉള്ളത്. ഇതിൽ അരവിന്ദ് സാവന്ത്, അനിൽ ദേശായി, രാജാ ഭൗവാജെ എന്നിവരൊഴികെയുള്ള ബാക്കി എംപിമാർ പുതിയ ഗ്രൂപ്പിൽ ചേർന്നേക്കാനാണ് സാധ്യത. എന്നാൽ വിമത എംപിമാർ രൂപീകരിച്ച ഒരു ഗ്രൂപ്പിനും അംഗീകാരം നൽകരുതെന്ന് ആവശ്യപ്പെട്ട് സഞ്ജയ് റാവത്ത്, അരവിന്ദ് സാവന്ത്, അനിൽ ദേശായി എന്നിവരടങ്ങുന്ന UBT സംഘം സ്പീക്കറെ കണ്ട് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശിവസേന പിളർന്നതോടെ നാളെ ചേരുന്ന യോഗത്തിൽ, അതായത് പാർലമെന്റ് പാർട്ടി യോഗത്തിൽ നിർബന്ധമായി പങ്കെടുക്കണമെന്ന് നിർദ്ദേശിച്ച് പാർട്ടി എംപിമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. പാർട്ടിയുടെ ലോക്സഭയിലെ ചീഫ് വിപ്പ് അനിൽ ദേശായിയാണ് വിപ്പ് പുറപ്പെടുവിച്ചത്. ഇതിനിടെ എംപിമാരെ അനുനയിപ്പിക്കാൻ പാർട്ടി അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ ഡൽഹിയിലെ എത്തിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. വ്യാഴാഴ്ച യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്ത് ഈ വിപ്പ് നൽകിയവരുമായി ഒരു ആശയവിനിമയം അല്ലെങ്കിൽ ചർച്ചകൾ നടത്തുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. നേരത്തെ ചൊവ്വാഴ്ച രാത്രി ശിവസേന UBT പാർലമെന്ററി പാർട്ടി നേതാവ് അരവിന്ദ് സാവന്ത് സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തയച്ചിരുന്നു. പാർട്ടി വിട്ടുപോകുന്ന എംപിമാർ പ്രത്യേക ഗ്രൂപ്പായി അംഗീകരിക്കണമെന്നോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ലയിക്കണമെന്നോ ആവശ്യപ്പെട്ട് നടത്തുന്ന ഒരു അവകാശവാദവും അംഗീകരിക്കരുതെന്ന് ആണ് കത്തിൽ ആവശ്യപ്പെട്ടത്. മഴക്കാല സമ്മേളനത്തിന് ശേഷമായിരിക്കും ഓപ്പറേഷൻ ടൈഗർ ആരംഭിക്കുക എന്നാണ് കൃപാൽ തുമൈനെ വ്യക്തമാക്കുന്നത്. നേതാക്കൾ ഷിൻഡെ ഭാഗത്തിലേക്ക് മാറുന്ന തീയതി മാത്രമാണ് ഇനി തീരുമാനിക്കാനുള്ളത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ ടൈഗറുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ ശക്തമാണ്. ചൊവ്വാഴ്ച നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ശിവസേന അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെയോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചുവെങ്കിലും അദ്ദേഹം ഒന്ന് പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് തൃണമൂലിന് പിന്നാലെ ഉദ്ധവ് താക്കറെ പക്ഷം, അതായത് ശിവസേന പക്ഷവും നേരെ NDAയിലേക്ക് പോകുന്നു. അവിടെ വലിയൊരു പിളർപ്പുണ്ടാകുന്നു. വിമതർ എല്ലാവരും കൂടെ നേരെ NDAയിലേക്ക് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രയാസവും ഉണ്ടാകില്ല. ഒരു ഏതെങ്കിലും പദ്ധതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫയൽ കൊണ്ടുവന്നാൽ അതിലേക്ക് വലിയ രീതിയിലുള്ള ഒരു ബില്ല് പാസ്സാക്കിയെടുക്കുന്നതിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്കൊരു ബാലികറ മലയായിരിക്കില്ല. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് പാസ്സാകുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.